ലോക്സഭാ തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ മാർച്ച് 15, 16, 18 തീയതികളിൽ സന്ദർശനം നടത്തും. തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ ഭാഗമായാണ് സന്ദർശനം. 15-ന് സേലത്താണ് പ്രധാനമന്ത്രി ഉണ്ടാവുക. ഇവിടെ അദ്ദേഹം രണ്ടാം തവണയാണ് പ്രചാരണത്തിന് എത്തിച്ചേരുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ മൂന്നാം തവണയാണ് മോദി തമിഴ്നാട്ടിലേക്ക് എത്തുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. കോയമ്പത്തൂർ, ഈറോഡ്, സേലം, നാമക്കൽ, കരൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലെ വോട്ടർമാരെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. തമിഴ്നാട്ടിൽ 15, 16, 18 തീയതികളിലാണ് മോദിയുടെ പരിപാടികൾ നടക്കുക. കൊങ്കുനാട് മേഖലയിൽ മോദിയുടെ വരവ് വൻ സംഭവമാക്കാനുള്ള ശ്രമത്തിലാണ് BJP. ഇവിടെ 1 ലക്ഷത്തിലധികം പേരെ അണിനിരത്തിയുള്ള റാലി നടത്താൻ ശ്രമമുണ്ട്. 16-ന് കന്യാകുമാരിയിൽ നടക്കുന്ന പൊതുയോഗത്തെയും അഭിസംബോധന ചെയ്യും. കഴിഞ്ഞ 2 പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിൽ കന്യാകുമാരിയിൽ നിന്നാണ് മോദി പ്രചാരണം തുടങ്ങിയത്. അണ്ണാ DMK BJPയുമായുള്ള സഖ്യം വിട്ടതോടെ തമിഴ്നാട്ടിലെ സഖ്യ രാഷ്ട്രീയത്തിൽ കനത്ത തിരിച്ചടിയാണ് BJP നേരിടുന്നത്. ചെറുകക്ഷികൾ മാത്രമാണ് നിലവിൽ BJPക്കൊപ്പമുള്ളത്. നടൻ ശരത് കുമാറിന്റെ സമത്വ മക്കൾ കക്ഷി ഇക്കൂട്ടത്തിലൊന്നാണ്. AIADMK വിമത നേതാവ് O പനീർശെൽവം BJPക്കൊപ്പം ചേരാനിടയുണ്ട്. കഴിഞ്ഞ 2 മാസത്തിൽ 4 തവണയാണ് പ്രധാനമന്ത്രി മോദി തമിഴ്നാട്ടിൽ സന്ദർശനം നടത്തിയത്. BJP ഇത്തവണ വലിയൊരു ടാർഗറ്റാണ് മുന്നിൽ വെച്ച് പ്രയത്നിക്കുന്നത്. ലോക്സഭയിൽ 370 സീറ്റുകൾ വിജയിക്കുക, NDA മൊത്തത്തിൽ 400 കടത്തുക എന്നിവയാണത്. കഴിഞ്ഞ തവണ 303 സീറ്റാണ് BJP ഒറ്റയ്ക്ക് നേടിയത്. 37.36% വോട്ടും നേടിയിരുന്നു. എന്നാൽ 370 എളുപ്പമല്ല. ബീഹാർ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, ഡൽഹി എന്നിവിടങ്ങളിൽ BJP കഴിഞ്ഞ തവണത്തെ പ്രകടനം നടത്താൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ ചോർച്ച മാറ്റിയെടുക്കാനാണ് BJPയുടെ ശ്രമം. തമിഴ്നാടാണ് അതിൽ പ്രധാനം. പക്ഷേ BJP ഇവിടെ നിരാശപ്പെടേണ്ടി വരും. BJP അണ്ണാമലയുടെ കീഴിൽ വലിയ ശക്തിയായെന്നാണ് തമിഴ്നാട്ടിൽ അവകാശപ്പെടുന്നത്. സംസ്ഥാനത്ത് 39 സീറ്റുകളാണുള്ളത്. ഇവിടെ കൂടുതൽ സീറ്റുകൾ നേടിയാൽ BJPക്ക് 370 സീറ്റ് എന്ന ലക്ഷ്യത്തിലെത്താം. നിലവിൽ ഒറ്റ സീറ്റ് പോലും ഇവിടെ BJPക്കില്ല. 2014-ൽ 5.5% വോട്ടുണ്ടായിരുന്ന BJPക്ക് 2019 അത് 3.67% കുറയുകയായിരുന്നു. അണ്ണാമലയുടെ വരവോടെ BJPയുടെ രാഷ്ട്രീയം മൊത്തത്തിൽ സംസ്ഥാനത്ത് മാറിയെന്നാണ് വിലയിരുത്തൽ. സ്ഥിരം രീതികളിൽ നിന്ന് വ്യതിചലിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം. DMKയുടെ അഴിമതിയും കുടുംബാധിപത്യ രാഷ്ട്രീയവും നിരന്തരം അണ്ണാമല ഉന്നയിച്ചിരുന്നു. അണ്ണാ DMK ഒതുങ്ങിപ്പോയതും BJP വലിയ അവസരമായി കണ്ടിരുന്നു. എന്നാൽ അണ്ണാമലയുടെ സംസ്ഥാന അധ്യക്ഷനായുള്ള 100 ദിനങ്ങൾ യാതൊരു മാറ്റവും BJPയിൽ കൊണ്ടുവന്നിരുന്നില്ല. അണ്ണാ DMK BJPയെ കൈവിട്ടതും വലിയ പ്രശ്നമായി. അണ്ണാമലയുടെ ഏറ്റവും അടിത്തട്ടിലാണ് പ്രചാരണങ്ങൾ നടത്തിയത്. സാധാരണ BJP പ്രവർത്തകരെ അണ്ണാമലയുടെ ശൈലി സ്വാധീനിച്ചിട്ടുണ്ട്. DMKയെ നിരന്തരം വിമർശിക്കുന്ന പ്രതിപക്ഷ നേതാവായിട്ടാണ് അണ്ണാമലയെ പലരും ഉയർത്തി കാണിക്കുന്നത്. എന്നാൽ ഇത് വോട്ടായി മാറുമോ എന്ന് മാത്രം വ്യക്തമല്ല. അതേസമയം മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രിമാരെ ഇറക്കിയാണ് BJP പ്രവർത്തനം നടത്തിയത്. നീലഗിരി മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി L മുരുകൻ ക്യാമ്പ് ഓഫ് ആരംഭിച്ചിരുന്നു. വിരുദുനഗർ, രാമനാഥപുരം, ശിവഗംഗ, തെങ്കാശി പോലുള്ള മണ്ഡലങ്ങൾ ഇത്തവണ വിജയിക്കുമെന്നാണ് BJP ഉറപ്പു പറയുന്നത്. അണ്ണാ DMK ഇല്ലാത്തത് പ്രതിപക്ഷ പാർട്ടികൾക്ക് കരുത്ത് വർദ്ധിക്കാനുള്ള വേദിയായി മാറിയിരിക്കുകയാണ്. നിലവിലത് BJP നേട്ടമാകുമെന്നാണ് കരുതുന്നത്. ഭരണവിരുദ്ധ വോട്ടുകൾ പരമാവധി ശേഖരിക്കാനാണ് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത്. BJPക്ക് തമിഴ്നാട്ടിൽ ഭാഷാപരമായോ സാംസ്കാരികപരമായോ അടിത്തറയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇന്ത്യ സഖ്യത്തിന്റെ വോട്ട് മാത്രം 60%. വലിയ വ്യത്യാസം ഇവർ തമ്മിലുണ്ട്. മറ്റൊന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തമിഴ്നാട്ടിൽ കാര്യമായ ജനപ്രീതി ഇല്ലാത്തതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ സീറ്റ് കൂടുതൽ നേടുക ദുഷ്കരമാണ്. വിജയിച്ചാൽ 370 സീറ്റ് എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ BJPക്ക് സാധിക്കും.